പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്, കൈകേയി രാജാവിനോട്, ദശരഥ മഹാരാജാവിനോട് വരം ആവശ്യപ്പെടുന്നു. ഈ വരം ആവശ്യപ്പെടുമ്പോൾ ദശരഥ മഹാരാജാവ് എന്തുകൊണ്ട് അത് നിഷേധിച്ചില്ല? ഇവിടെ ദശരഥ മഹാരാജാവിനോട് യുദ്ധഭൂമിയിൽ വച്ച് കൈകേയി സഹായിക്കുകയും കൈകേയിയുടെ ആ ധീരപ്രവൃത്തിയിൽ സംതൃപ്തനായ ദശരഥൻ വരം കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് കൈകേയി ഭർത്താവിനോട് പറയുന്നു, എൻ്റെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ധാർമ്മികമായ കടമയാണ്. ഞാൻ എൻ്റെ കടമയെ ചെയ്യുന്നു എന്നതുകൊണ്ട് എനിക്കൊരു സമ്മാനത്തിൻ്റെ ആവശ്യമില്ല, ഒരു വരത്തിൻ്റെ ആവശ്യമില്ല. ആ അധ്യായം അവിടെ അടയുമായിരുന്നു. എന്നാൽ ദശരഥൻ വിട്ടില്ല. ദശരഥൻ പറഞ്ഞു, എൻ്റെ തൃപ്തിക്ക് വേണ്ടി, എനിക്കു വേണ്ടി നീ 2 വരങ്ങൾ ചോദിക്കണം. അങ്ങോട്ട് നിർബന്ധിച്ചു. ഈ സമയത്താണ് കൈകേയി തമാശ രൂപത്തിലാണെങ്കിൽ കൂടി പറഞ്ഞു, അങ്ങ് വാക്ക് മാറില്ലെങ്കിൽ ഞാൻ പിന്നീട് ചോദിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ദശരഥൻ പറയുന്നുണ്ട്, ആ സൂര്യൻ കടലിലേക്ക് താണുപോയിട്ട് സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ കൂടി ദശരഥൻ വാക്ക് പറഞ്ഞാൽ അത് മാറില്ല. കാരണം ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ രഘുവിൻ്റെ പിൻതലമുറക്കാരനാണ്. എൻ്റെ വാക്കിൻ്റെ വില അതിമഹത്തരമായിരിക്കും. ഞങ്ങളുടെ വംശത്തിലെ ആരെങ്കിലും ഒരു പുരുഷൻ വാക്ക് പറഞ്ഞാൽ അത് മാറ്റിപ്പറഞ്ഞ ചരിത്രമില്ല എന്നൊക്കെ വളരെ വളരെ ആവേശപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പാഠാണ്. അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് നാളെ പ്രതികൂലമായതും വരും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അനുകൂലമായ സമയത്ത് പറയുന്ന വാക്കുകൾ വളരെ പക്വതയോടുകൂടിയുള്ളതായിരിക്കണം. 100 പ്രാവശ്യം ചിന്തിക്കണം. ചിന്തിക്കാതെ സംസാരിച്ചു ദശരഥ മഹാരാജാവ്. അത് മഹാബലിക്കും പറ്റിയിട്ടുണ്ട്. വാമനൻ വന്നപ്പോൾ 3 അടി മണ്ണിനാണ് ചോദിച്ചത്. രാജാവ് പറഞ്ഞു, മഹാബലി പറഞ്ഞു, എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എന്ന്. 2 അടി കൊണ്ട് ഭഗവാൻ 14 ലോകങ്ങളെയും അങ്ങ് അളന്നു. 3-ാമത്തെ അടി പൊക്കി വെച്ചിട്ട് മഹാബലിയോടൊരു ചോദ്യമുണ്ട്, എവിടെ മോനെ ഭൂമി എന്ന്. 2 അടി കൊണ്ട് സമസ്ത ലോകങ്ങളെയും ഭഗവാൻ അളന്നു കളഞ്ഞു. 3-ാമത്തെ അടിക്ക് മണ്ണില്ലാതായപ്പോൾ ഭഗവാന്റെ വിശ്വരൂപത്തിനു മുന്നിൽ തൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ട് അഹങ്കാരത്തെ ശമിച്ച മഹാബലി മാപ്പ് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം തേടുകയാണ്. ആ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത്, വാക്ക് കൊടുക്കുമ്പോൾ വലിയ വലിയ വാക്കുകൾ കൊടുക്കുന്നു, അത് പിന്നീട് എങ്ങനെ വിനയായിത്തീരുന്നു. വാക്കുകൾ കൊടുക്കുമ്പോൾ ആലോചിക്കണം എന്നാണ് ദശരഥൻ ഈ വിചാരത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദശരഥ മഹാരാജാവ് വാക്ക് കൊടുത്താൽ മാറില്ല, അത് മന്ദരക്കറിയാമായിരുന്നു. മന്ദര പറയുന്നു, വരം ചോദിക്കൂ. ചോദിക്കുമ്പോൾ വളരെ തന്ത്രപൂർവ്വം ചോദിക്കണം. ചോദ്യം 1, ഭരതനെ രാജാവാക്കണം. 2, രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് അയക്കണം. ഈ സമയത്ത് കൈകേയി വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഭരതൻ രാജാവാകുന്നതിൽ ഒരിക്കലും രാമൻ എതിർപ്പുണ്ടാവില്ല, രാമനും സന്തോഷമാകും. പക്ഷെ എന്തിന് രാമനെ കാട്ടിലയക്കണം? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് കൈകേയി, രാമൻ നാട്ടിലുള്ളപ്പോൾ ഭരതന് ഒരാദരവും ബഹുമാനവും കിട്ടില്ല. രാമന്റെ സ്ഥാനത്തെ തട്ടിപ്പറിച്ച് അമ്മയ്ക്ക് വരം കിട്ടിയതിൻ്റെ പേരിൽ ആകപ്പെട്ട രാജാവ് എന്ന പരിഗണനയെ കിട്ടുള്ളൂ. രാമനോട് ജനങ്ങൾക്ക് എപ്പോഴും സഹതാപവും സ്നേഹവും കൂടും ഈയൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് രാമൻ അവിടെ മുന്നിൽ ഉണ്ടാവരുത്. നമ്മളിപ്പോൾ ആളുകൾ മരിച്ചു പോയാൽ കുറച്ചു കാലേ നമ്മൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ. അവരെ നമ്മൾ പിന്നീട് പയ്യെ മറന്നു പോകും. അത് സ്വാഭാവികമാണ്. നമ്മളെന്നാൽ ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ സജീവമായിരിക്കും. ഇതൊരു സാമാന്യ തത്വമാണ് എക്കാലത്തെയും. രാമൻ നാട്ടിലിരിക്കുമ്പോൾ
രാമനെ ലോകം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഭരതനെ ഇകഴ്ത്തും, ഭരതന് വേണ്ടത്ര പരിഗണന കിട്ടില്ല. അതുകൊണ്ടാണ് 14 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞത്. മറ്റൊന്നുകൂടി, ഇത്ര വർഷക്കാലം ഒരാളെ കാണാതായാൽ അയാളുടെ സ്വത്തിനുള്ള അവകാശം ഇന്നത്തെ നിയമപ്രകാരം 12 വർഷം ആണെന്ന് തോന്നുന്നു. 12 വർഷം ഒരാളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വത്തിനു മുകളിൽ അയാൾക്ക് പിന്നീട് അവകാശമില്ല, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം അവകാശം സ്ഥാപിക്കണം. സ്വാഭാവികമായ അവകാശം 12 വർഷം തുടർച്ചേന ഒരു വിവരവും ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതാണ്. ഇതുപോലെ 14 വർഷം രാമൻ നാട്ടിലില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും രാമന് സ്വത്തിന്റെ അവകാശം നഷ്ടപ്പെടുന്നതാണ് എന്ന് മന്ദരക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് 14 എന്ന് പറയുന്ന ഒരു വർഷം തെരഞ്ഞെടുക്കുവാനുള്ള സാധ്യത. അപ്പൊ രാമന്റെ സാന്നിധ്യം ഒഴിവാക്കണം, രാമൻ കാട്ടിലേക്ക് പോകണം, ഭരതൻ രാജാവാകണം. ഇത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയേറെ രാമനെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് കൈകേയി മന്ദര പറഞ്ഞപ്പോൾ ഇത്ര ക്രൂരയായി? കൈകേയിക്ക് സ്വന്തമായി ബുദ്ധിയില്ലേ? കൈകേയിക്ക് ചിന്തിച്ചൂടായിരുന്നോ? മന്ദര പറയുന്നതിൽ കാര്യമുണ്ടോ? ആരാണ് രാമൻ, ആരാണ് ഭരതൻ, ലക്ഷ്മണൻ? ഇവരെങ്ങനെ ജീവിച്ച കുട്ടികളാണ്? അവരെന്തിനാണ് ഞാൻ തമ്മിൽ പിരിക്കുന്നത്? രാമൻ രാജാവാകുകയും രാജാവിന് അനുജനായി ഭരതൻ ജീവിക്കുകയും ചെയ്യുന്നതല്ലേ സുഖം എന്ന് എന്തുകൊണ്ട് കൈകേയി ചിന്തിച്ചില്ല? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാമായണത്തിലെ മറ്റൊരു തത്വം. ക്രോധം, വെറുപ്പ് ചിന്തയെ മൂടിക്കളയുന്നു. അത്യാഗ്രഹം ചിന്തയെ മൂടിക്കളയുന്നു. സ്വാർത്ഥത ചിന്തയെ മൂടിക്കളയുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ക്രോധാൽ ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് അറിവില്ലായ്മ ഉണ്ടാവും. സമ്മോഹാൽ സ്മൃതി വിഭ്രമ, അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവുണ്ടാവും. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ഓർമ്മക്കുറവിൽ നിന്ന് ബുദ്ധിനാശം സംഭവിക്കും. നാം ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ലേ? ആ ബുദ്ധി തന്നെ നശിച്ചു പോകും നന്നായിട്ട് വെറുപ്പ് പിടിച്ചാൽ. ആ നല്ല വെറുപ്പിൽ നിന്നാണ് ആളുകൾ കൊലപാതകം വരെ ചെയ്യുന്നത്. മനസ്സിലാക്കണം. ഇവിടെ കൈകേയിൽ ക്രോധവും പ്രവർത്തിച്ചു, സ്വാർത്ഥതയും പ്രവർത്തിച്ചു ഒരേ സമയം. അപ്പൊ ഈ 2 കാർമേഘങ്ങളാൽ മൂടപ്പെട്ടു, ബുദ്ധി മൂടപ്പെട്ടു. അപ്പം ബുദ്ധി സ്വതന്ത്രമായി ചിന്തിക്കില്ല. ബുദ്ധിയെ ചിന്തിക്കണമെങ്കിൽ രാഗദ്വേഷങ്ങൾ അടങ്ങണം. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ ആസുരിക വികാരങ്ങൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. ഇത് പ്രബലമായി പുറത്തേക്ക് വന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കില്ല. സത്യം, ധർമ്മം, ദയാ, സഹതാപം, കാരുണ്യം, സേവന മനോഭാവം, ആർദ്രത തുടങ്ങിയവയെല്ലാം നമുക്കുള്ളിലെ ദൈവിക വികാരങ്ങളാണ്. ഒരേ സമയം ഇത് രണ്ടും പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കുന്നത് അസുരനാണ് എങ്കിൽ ദൈവം വളരെ താഴേക്ക് പോകും. ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അസുരന് കടന്നു വരാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവിക ചിന്തയെ ഉണർത്തുവാനുള്ള ഉപാസനകൾ, പ്രത്യേകിച്ച് ക്ഷേത്ര വിശ്വാസങ്ങളൊക്കെ നമ്മുടെ സമാജത്തിൽ പ്രബലമായത്. നോക്കൂ, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ ഈ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശാന്തതയില്ലേ? എവിടുന്നാണ് ഈ ശാന്തത കിട്ടുന്നത്? ടി വിയിൽ ഒരു സീരിയലിൽ ഈ ശാന്തതയുണ്ടോ? ഒരു പത്രം വായിച്ചാൽ ഈ ശാന്തതയുണ്ടോ? ഒരു ന്യൂസ് കണ്ടാൽ ഈ ശാന്തതയുണ്ടോ? ഒരു കല്യാണ വീട്ടിലോ മരിച്ച വീട്ടിലോ പോയാൽ ഈ ശാന്തതയുണ്ടോ? എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമുക്ക് ശാന്തി ലഭിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ലക്ഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്, കോടിക്കണക്കിന് ഭക്തന്മാർ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നത്. വേദം കാണാത്ത, ഉപനിഷത്ത് വായിക്കാത്ത, ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമറിയാത്തവരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനിൽ പ്രണമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആത്യന്തികമായ, അനിർവചനീയമായ, വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്തൊരു ശാന്തിയെ അവിടെ ലഭിക്കുന്നു. കാരണം അവിടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കപ്പെടുന്നു സമാധാനപരമായിട്ട്. എങ്കിൽ ശാന്തിയെ ലഭിക്കും. മന്ദര കൈകേയിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുത്തിവച്ച വിഷം പ്രവർത്തിച്ച് അത് കൈകേയിയുടെ ബുദ്ധിയെയും കൈകേയിയുടെ മനസ്സിനെയും കെടുത്തിക്കളഞ്ഞു. കെട്ടുപോയ മനസ്സിന്റെ ഉള്ളിലാണ് ക്രൂരചിന്തയുണ്ടായതും രാമൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകുവാനുള്ള ആ ക്രൂരമായ തീരുമാനത്തിലേക്ക് കൈകേയി എത്തപ്പെട്ടതും രാമായണ തത്വവ്യാരത്തിൽ വളരെ പ്രധാനമാണ് കൈകേയിയുടെ ഈ ചുവടുമാറ്റം.
തൻ്റെ മകൻ രാമൻ നാളെ രാജാവാകും എന്ന് പ്രഖ്യാപിച്ചവൾ നാളെ രാവിലെ രാമനോട് 14 കൊല്ലം കാട്ടിലേക്ക് പോകണമെന്ന് പറയുവാനുണ്ടായ കാരണം കൈകേയിയുടെ മനസ്സിലേക്ക് മന്ദര ഇട്ടുകൊടുത്ത ഉഗ്രമായ വിദ്വേഷത്തിൻ്റെ, സ്വാർത്ഥതയുടെ ആ വിഷമായിരുന്നു. അത്തരം വിഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടാതിരിക്കാൻ മന്ദരമാർക്ക് വീട്ടിലേക്ക് പ്രവേശനമില്ല. നമ്മൾ ഒരിക്കലും മന്ദരമാരാകരുത്. മറ്റൊരു മന്ദരയെ വീട്ടിൽ കയറ്റാനും പാടില്ല. മന്ദര എന്ന് പറയുമ്പോൾ ഒരു പ്രതീകമാണ്. അതൊരു സ്ത്രീ എന്നതല്ല പ്രതീകം, മറിച്ച് മന്ദര ആണോ പെണ്ണോ ആവട്ടെ, ദുഷ്ടതയുടെ, സ്വാർത്ഥതയുടെ, കുടുംബ വഴക്കിൻ്റെ, കുടുംബ കലഹത്തിൻ്റെ പ്രതീകമാണ് മന്ദര. മന്ദര ചിന്തയുടെ രൂപത്തിലും പ്രവർത്തിക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു തർക്കം നടക്കുന്നു. തർക്കം എളുപ്പത്തിലൂടെ പരിഹരിക്കാൻ പറ്റും. എങ്ങനെ? ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കാൻ നിന്നാൽ മതി. ജയിക്കാനുള്ള എളുപ്പമാർഗം എന്ത്? സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ, ശത്രുവിൻ്റെ മുന്നിലല്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളാൽ സ്നേഹിക്കപ്പെടുന്ന നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, കൂട്ടുകാർ, ഇവരെയെല്ലാം എളുപ്പത്തിൽ ജയിക്കുവാനൊരു മാർഗമുണ്ട്. അതേതാണ് ആ മാർഗം? തോറ്റുകൊടുക്കുവാനുള്ള മനസ്സാണത്. കൂട്ടുകാരുമായിട്ട് ഒരു തർക്കം നടന്നു. ആ തർക്കത്തിൽ നിങ്ങളൊന്ന് തോറ്റു കൊടുക്കൂ. നീയാണ് ശരി, ഞാൻ തോറ്റു എന്ന് പറഞ്ഞു നോക്കൂ. ആ കൂട്ടുകാർ നിങ്ങളുടെ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവരായിത്തീരും. ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയ്ക്കും, ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനും ഒന്ന് തോറ്റു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ പല കുടുംബങ്ങളിലുള്ളൂ. നിസ്സാരമായ ഒരു തോൽവി പോലും എനിക്ക് പാടില്ല എന്ന് വാശി പിടിക്കുകയും തൻ്റെ ഭാഗത്തെ നിരന്തരമായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവൻ്റെ മനസ്സിൽ കയറി ചിന്തിക്കാൻ നമുക്ക് പറ്റാത്തതുമാണ് കുടുംബ വഴക്കിൻ്റെ അശാന്തിയുടെ കാരണം. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നൊരു എളുപ്പവഴിയുണ്ട്. ഞാനും മറ്റൊരാളും തമ്മിലൊരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് എളുപ്പവഴി? ഒരു നിമിഷം ഞാൻ അയാളാവുക. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു? നമുക്ക് സാമാന്യനൊരു ചിന്തയുണ്ട്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിലൂടെ നടക്കുന്നവൻ എവിടെയെങ്കിലും ഒതുങ്ങി നടന്നുകൊള്ളണം. നമ്മൾ റോഡിലിറങ്ങിയാൽ നമ്മൾ വണ്ടിക്കാരൻ്റെ കുറ്റം പറയും, വണ്ടിയിലിരിക്കുമ്പോൾ കാൽനട യാത്രക്കാരൻ്റെ കുറ്റം പറയും. ബസ്സിൽ കയറുന്നത് വരെ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തണം. നമ്മൾ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റോപ്പിലും നിർത്തരുത്, നമുക്ക് സീറ്റ് കിട്ടിക്കൊള്ളണം. ഇതെല്ലാം സാമാന്യ മനുഷ്യൻ്റെ സാമാന്യ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ലോകം. ഇങ്ങനെയുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം വിതറുന്ന ചിന്തകളാണ് നമ്മുടെ വ്യക്തിത്വമായിട്ട് മാറേണ്ടത്. അങ്ങനെ ചിന്തകളെ വ്യക്തിത്വമാക്കി മാറ്റുന്നതിൽ പരമപ്രധാനമാണ് രാമായണം. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാസന്ദർഭങ്ങളും നമുക്ക് ഒത്തിരി തത്വങ്ങളെ നൽകുന്നു. ത്രേതായുഗത്തിൽ രാമൻ ജീവിച്ചിരുന്നോ, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. അവരുടെ വാദം അർഹിക്കുന്ന പുച്ഛത്തിൽ തള്ളിയേക്കുക. രാമൻ ജീവിച്ചില്ല എന്നൊരുത്തൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവൻ്റെ കൈവെട്ടാനോ കാലുവെട്ടാനോ പോകുന്നില്ല. രാമൻ ജീവിച്ചിരുന്നില്ലേ? വേണ്ട, നീ വിശ്വസിക്കണ്ട. രാമൻ ജീവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് സെമിറ്റിക് മതങ്ങളുടെ പ്രവാചകൻ ജീവിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബഹളം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് രാമനില്ലേ? രാമൻ വേണ്ട, നമുക്ക് രാമനുണ്ട്, കൃഷ്ണനുണ്ട്. അവന് രാമനില്ല, അവന് കൃഷ്ണനില്ല. എന്നാൽ ഇവർ പറയുന്ന വാദമുണ്ട്. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് അരിയാൻ പാടില്ലായിരുന്നു എന്ന് പറയും. എന്നാൽ രാമൻ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം കാട്ടിലേക്ക് പോയി. ഈ സമയത്ത് രാമനില്ല. മൂക്കരിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും ഉണ്ട്. നിറഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ രാമനുണ്ട്. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം കാനനം തെരഞ്ഞെടുത്ത രാമനില്ല. അപ്പൊ രാമന്റെ നല്ല ഗുണങ്ങളെ പറയുമ്പോൾ രാമൻ കെട്ടുകഥാപാത്രവും, രാമനിൽ ദോഷം ആരോപിക്കുമ്പോൾ രാമൻ ഉണ്ട് എന്നും പറയുന്നത് രാമനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഹിന്ദു വിരോധത്തിൽ നിന്നാണ്. അതിനെല്ലാം അർഹിക്കുന്ന പുച്ഛത്തിൽ മാറ്റി നിർത്തിയിട്ട് രാമായണത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ രാമായണത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ് ഓരോ വരികളും. മന്ദര എങ്ങനെ കൈകേയിയുടെ മനസ്സിൽ പ്രവർത്തിച്ചു എന്ന് നാം ഇന്ന് വിശദീകരിച്ചു. നമുക്ക് നാളെ വിശദീകരിക്കേണ്ടത് രാമന്റെ യാത്രയെക്കുറിച്ചാണ്. കാട്ടിലേക്കുള്ള രാമന്റെ യാത്ര പോകുമ്പോൾ ലക്ഷ്മണന്റെ സീതയുടെ ഭാവം,
അതെന്താണ് എന്ന് നമുക്ക് നാളെ വിശദീകരിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.